Cars and Drives. ഇന്ന് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. കാശിൻ്റെ ചിലവുകളെ പറ്റി, ഒരു കാർ കൊണ്ട് നടക്കാനുള്ളത്. അപ്പോൾ മണി മാറ്റേഴ്സ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അല്ലെങ്കിൽ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ് ഈ കാശ് റിലേറ്റഡ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ളത്, നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച്. അപ്പം അവ കാര്യങ്ങളാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എനിക്കൊരു ഡിസ്ക്ലെയിമർ പോലെ പറയാനുണ്ട്. ഒരു കാർ വാങ്ങുക എന്നുള്ളത് ഒരിക്കലും നല്ലൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ അല്ല. ഇതൊരു അസറ്റ് അല്ല ഒരിക്കലും. നമുക്ക് എപ്പോഴും ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഇതൊരു ലയബിലിറ്റി തന്നെയാണ് എപ്പോഴും. നമ്മളൊരു പുതിയ കാർ, പ്രത്യേകിച്ച് ഹൈ എൻഡ് ലക്ഷറി കാർ പുതിയതായിട്ട് ഷോറൂമിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 10% വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശം ഒരു ഫിനാൻഷ്യൽ ഡിസിഷനാണ് ഒരു കാർ വാങ്ങുക എന്നുള്ളത്. പക്ഷേ നമ്മളെപ്പോഴും ഓരോ ഡിസിഷൻസ് നമ്മുടെ ലൈഫിൽ എടുക്കുന്നത് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്തെല്ലാം ഹരിച്ചും ഗുണിച്ചും എല്ലാം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ വിൽ ഡു ഇറ്റ് ബിക്കോസ് വി വോണ്ട് ടു ഡു ഇറ്റ്, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ കാർ പർച്ചേസ് ഒരിക്കലും ഒരു തെറ്റല്ല. അതുകൂടാതെ തന്നെ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന നിലയ്ക്ക് കാർ വളരെ കൺവീനിയൻ്റ് ആണ്. ഈ വക കാര്യങ്ങൾ മാത്രമേ കാർ വാങ്ങുന്നത് റെക്കമെൻഡ് ആയിട്ടുള്ളൂ. അല്ലാതെ ഒരു ഫിനാൻഷ്യലി ഏറ്റവും മോശം ഡിസിഷനുകളിൽ ഒന്നാണ് കാർ വാങ്ങുക എന്നുള്ളത്. അത് ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞു വെച്ചു. അപ്പോൾ ഈ കാർ ഇതൊരു Audi A5 സ്പോർട്ട് ബാക്ക് ആണ്. ഇത് ഞാൻ ഇപ്പോൾ 2 വർഷമായിട്ട് ഉപയോഗിക്കുകയാണ്. എൻ്റെ കൈ കിട്ടിയതിന് ശേഷം ഞാൻ 40,000 കിലോമീറ്റർ ഇത് ഓടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ 2 വർഷം കൊണ്ട് നടന്നപ്പോഴുള്ള എനിക്കുണ്ടായ ചിലവുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ കാറിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിരുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കാർ വാങ്ങുന്ന സമയത്ത് എനിക്ക് ടെക്നിക്കലി ഈ കാറിനെ പറ്റി എനിക്ക് ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് പറ്റാവുന്ന എല്ലാ രീതിയിലുള്ള റിസർച്ച് ഇതിനെപ്പറ്റി നടത്തിയിട്ടാണ് ഞാൻ ഈ കാർ ഫിൽട്ടർ ഔട്ട് ചെയ്തത്. ഈ കാറിന് ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഓണേഴ്സ് ഫോറം ഒക്കെ ഉണ്ട് ഇതിന്. അതിൻ്റെ അകത്തൊക്കെ എനിക്ക് വന്ന ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ച് റിലയബിൾ ആയിട്ടുള്ളൊരു കാറാണ്, ഇതിന് വിശ്വസിക്കാം എന്നറിഞ്ഞ് തന്നെയാണ് ഞാനിത് മേടിച്ചത്. പിന്നെ ഔഡി എന്ന ബ്രാൻഡിനോട് എനിക്കൊരു താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അന്ന് തൊട്ടേ ഉണ്ടായിരുന്നൊരു ഡൗട്ടാണ് ഫിനാൻഷ്യലി ഇത് എത്രത്തോളം എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇപ്പോൾ ആനേനെ നമുക്ക് വാങ്ങാം, പക്ഷേ അതിന് തീറ്റ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു സെനാരിയോ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ്, ഈ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ തൊട്ട് ഈ കാറിന് വരുന്ന എല്ലാ എക്സ്പെൻസസും ഞാൻ ലോഗ് ചെയ്യുന്നത് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ കാറിന് ഇപ്പോൾ ഞാൻ കാർ വാഷിൽ പോയി കഴിഞ്ഞാൽ അതിനുള്ള ചിലവ് ഞാൻ ലോഗ് ചെയ്യും. പെർഫ്യൂം വാങ്ങിക്കഴിഞ്ഞാൽ അത് ലോഗ് ചെയ്യും. പിന്നെ കഴുകാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അത് ലോഗ് ചെയ്യും. എന്തൊക്കെ റിപ്പയറിങ് വന്നിട്ടുണ്ട്, ഓയിൽ ചേഞ്ച് ചെയ്യും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാനൊരു ആപ്പിൻ്റെ അകത്ത് ലോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ആപ്പുകൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ഫ്രീ ആയിട്ടും കിട്ടും, പെയ്ഡ് വേർഷൻസും കിട്ടും. ഞാനിപ്പോൾ ഒരു പെയ്ഡ് വേർഷനാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും ഫ്രീ ആയിട്ടുള്ള ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്. ആ ആപ്പിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ലോഗ് ചെയ്ത് വെച്ച് നമുക്കിത് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഈ കാറിന് എനിക്ക് 2 വർഷത്തെ ഓണർഷിപ്പിനിടയിലുണ്ടായ ചിലവുകളും കാര്യങ്ങളും മുഴുവൻ്റെ ഒരു ഓവർവ്യൂ ആണ്. അപ്പോൾ ഈ കാർ കൊണ്ടുവരാൻ ഇത്ര ചിലവുണ്ടെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ ചിലവ് കുറവാണെന്ന് കാണിക്കാനോ അതൊന്നും അല്ലായിരുന്നു എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, ഇങ്ങനെ കാർ റിലേറ്റഡ് എക്സ്പെൻസസ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു ബിഹേവിയറാണ്. കാരണം കാറിൻ്റെ എക്സ്പെൻസസ് ഇങ്ങനെ ഒരു റണ്ണിങ് കോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഒരു ഓവർവ്യൂ നമുക്കില്ലാതെ ആയിപ്പോകും. നമ്മൾ ഓർക്കും ചിലപ്പോൾ എനിക്ക് മാസം 500 യൂറോയാണ് ഒരു കാറിന് ചിലവെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1000 യൂറോ ആയിരിക്കും നമുക്ക് ചിലവ്. അത്രത്തോളം അന്തരം നമ്മുടെ എസ്റ്റിമേഷനും ആക്ച്വൽ എക്സ്പെൻസും തമ്മിൽ വരാനുള്ള ചാൻസ് വളരെയധികമുണ്ട് കാറിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഇത് നല്ലൊരു ബിഹേവിയർ ആണെന്ന് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ കാറിൻ്റെ എൻ്റെ 2 വർഷത്തെ ഓണർഷിപ്പിൻ്റെ കോസ്റ്റും കാര്യങ്ങളും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ അതിന് ഡ്രൈവോ എന്ന് പറയുന്ന ഒരു ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ പേജ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് കാണാൻ ഞാൻ ചെയ്തിരിക്കുന്ന മുഴുവൻ എൻട്രീസും ഇങ്ങനെ നമുക്ക് ടൈം സ്റ്റാമ്പ് ബേസിൽ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കാം എന്നാണ് ചെയ്തിരിക്കുന്നത് ക്രോണോളജിക്കൽ ഓർഡറിൽ. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ലോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ അടിച്ചതിൻ്റെയാണ്. അപ്പോൾ 59 യൂറോയ്ക്ക് ഞാൻ അടിച്ചിരുന്നു. 94,000 കിലോമീറ്ററിലാണ് അടിച്ചത്. 46 ലിറ്റർ അടിച്ചു. 13.66 കിലോമീറ്റർ പെർ ലിറ്റർ എനിക്ക് മൈലേജ് കിട്ടി അത് ഫില്ല് ചെയ്തപ്പോൾ. അതിന് മുമ്പുള്ള എടുത്ത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് അതിന് 11.426 കിലോമീറ്റർ പെർ ലിറ്ററാണ് കിട്ടിയത്. 24 യൂറോയ്ക്ക് അടിച്ചു. പിന്നെ ഇതൊരു റിപ്പയറിംഗ് ആണ്. അതിന് ഞാൻ സ്പാർക്ക് പ്ലഗും കാര്യങ്ങളൊക്കെ മാറ്റി ടയറൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫുൾ ചിലവ് 468 യൂറോ എനിക്ക് ചിലവായി. പിന്നെ കാറ് കഴുകിയതിന് 14 യൂറോ. അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ ലോഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ജസ്റ്റ് ഒരു ഓവർവ്യൂ. പിന്നെ ഈ ആപ്പിൽ തന്നെ എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫുൾ ജനറൽ ഒരു വ്യൂവിൻ്റെ അത് കിട്ടും. അതുകൂടാതെ ജനറൽ വ്യൂവിൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഞാൻ മൊത്തം 19,411 യൂറോ എനിക്ക് ഇതുവരെ ഈ കാർ ചിലവാക്കി. 27 യൂറോ പെർ ഡേ, അല്ലെങ്കിൽ ഒരു കിലോമീറ്ററിന് 50 സെൻറ്റോളം എനിക്ക് ചിലവുണ്ട് ഈ കാർ കൊണ്ട് നടക്കാൻ. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനെ കുറേ ഡയഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫ്യൂവൽ ചെയ്ത് തന്നെ നോക്കി കഴിഞ്ഞാൽ ഓരോ മാസവും എനിക്ക് എത്രയാണ് ഫ്യൂവലിന് ചിലവ് വന്നതെന്ന് എനിക്കൊരു ഓവർവ്യൂ കിട്ടും. അപ്പോൾ
പിന്നെ സർവീസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മൊത്തം 1088 യൂറോ സർവീസിന് ചിലവായി. അത് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇൻസ്പെക്ഷൻ നടത്തി, ടെക്നിക്കൽ കൺട്രോൾ, സ്പാർക്ക് പ്ലഗ് ചേഞ്ച്, അത് ഓരോന്നും കാണാം. അതുകൂടാതെ മന്ത്ലി നോക്കിക്കഴിഞ്ഞാൽ ചിലവായ മാസങ്ങളിൽ എനിക്ക് ഏകദേശം ഒരു 300 to 400 യൂറോ, 468 251 320, പിന്നെ ആവറേജ് ഒരു 350 യൂറോയുടെ അടുത്ത് എനിക്ക് ചിലവ്. ഒരു ദിവസം 1.5 യൂറോ ആണ് എനിക്ക് റിപ്പയർ ചെയ്യാൻ ഇതൊരു ചിലവ് വന്നത്. അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓൾമോസ്റ്റ് 2 സെൻറ്റ് പെർ കിലോമീറ്റർ എനിക്ക് ചിലവായെന്ന് എനിക്ക് അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. ഒരു ഡീറ്റെയിൽഡ് വ്യൂ ഇടാൻ വേണ്ടി നമുക്ക് കമ്പ്യൂട്ടറിൽ സെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ആ എക്സൽ ഷീറ്റ്. ഞാനിത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഫോൺ ആപ്പിൽ നിന്ന് മാറ്റി എക്സലിലേക്ക് ഇട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പല കോളംസ് ഉണ്ട്. ഒരു ജനറൽ ഓവർവ്യൂ ഉണ്ട്, അതുകൂടാതെ ഫ്യൂവൽ എക്സ്പെൻസസ് കാര്യങ്ങളുണ്ട്, പിന്നെ അല്ലാത്ത എക്സ്പെൻസ്, പിന്നെ സർവീസ്, പിന്നെ ഇൻകം എന്ന് പറഞ്ഞൊരു കോളം കൂടിയുണ്ട്. ഈ ഇൻകം എന്ന് പറഞ്ഞ കോളം ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവരായിരിക്കും ചിലപ്പോൾ ഫ്യൂവൽ അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എനിക്കിത് കാർ റിലേറ്റഡ് എക്സ്പെൻസ് ആണ്, പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്നല്ല പോയത്. അപ്പോൾ ഞാനത് ഫ്യൂവലിന് ഇത്ര രൂപ ചിലവായി എന്ന് അവിടെ എഴുതും. അതിൻ്റെ കൂടെ തന്നെ ഫ്രണ്ട്സ് ആണ് പേ ചെയ്തെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇൻകം കോളത്തിലും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇൻ എഫക്റ്റ് എൻ്റെ കയ്യിൽ നിന്നല്ല പോയത്, എനിക്ക് വന്ന ചിലവല്ല, എന്നാൽ കാർ റിലേറ്റഡ് എക്സ്പെൻസ് ആണെന്ന് എനിക്കത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കോളം കൂടി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പേജ് എന്ന് പറയാനുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബാക്കി ടാബ്സ് എല്ലാം താഴെ ഉണ്ട്. അത് കൂടാതെ ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വണ്ടി മേടിച്ച ദിവസമല്ല, മേടിച്ചതിൻ്റെ ഫസ്റ്റ് ഫില്ല് ചെയ്ത കിലോമീറ്റർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 55,967 കിലോമീറ്ററിൽ ഞാൻ ആദ്യത്തെ ഫില്ലിങ് നടത്തി. ഡേറ്റ് ഇവിടെ ഉണ്ട്. അതുകൂടാതെ സൂപ്പർ 95 ആണ് ഫില്ല് ചെയ്തത്. ഞാൻ എന്നും അതാണ് ഫില്ല് ചെയ്യുന്നത്. E10 പോലത്തെ എത്തനോൾ മിക്സ്ഡ് ഫ്യൂൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അന്നുണ്ടായിരുന്ന പെട്രോളിൻ്റെ പെർ ലിറ്റർ പ്രൈസ് 1.6 യൂറോസിൻ്റെ അടുത്ത്, അത് ക്ലോസ് ടു 140 റുപ്പീസൊക്കെ വരും. ഇപ്പോൾ ജർമ്മനിയിൽ പൊതുവെ ഫ്യൂവലിന് വില കൂടുതലാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രൈസ്. പിന്നെ മൊത്തം എത്ര രൂപയായി, എത്ര യൂറോസ് ആയി അന്നത്തെ ദിവസം, പിന്നെ എത്ര ലിറ്റർ ഫ്യൂവൽ എന്ന് അടിച്ചു. അതുകൂടാതെ അന്ന് ഫുൾ ടാങ്ക് ആണോ യെസ് ഓർ നോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഒരു 95% സമയം ഞാൻ ഫുൾ ടാങ്ക് ആണ് അടിക്കാറ്. അപ്പോൾ ഫുൾ ടാങ്ക് അല്ലാന്നുണ്ടെങ്കിൽ അത് നോ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിവിടെ മൈലേജ് കാൽക്കുലേഷൻ എളുപ്പമായിട്ടുണ്ടാവും. പിന്നെ ആ ഫില്ലിങ്ങും അതിന് മുമ്പത്തെ ഫില്ലിങ്ങും തമ്മിലുള്ള ഓട്ടവും കൺസ്യൂം ചെയ്ത ഫ്യൂവലിൻ്റെ എമൗണ്ടും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇവിടെ കിലോമീറ്റർ പെർ ലിറ്റർ എൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിയും അതിൻ്റെ കൂടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ലോഗ് ചെയ്ത് വെക്കുന്നത് ഫ്യൂവലിൻ്റെ കാര്യത്തിൽ. ഞാനിവിടെ ഒരു ജസ്റ്റ് എക്സൽ ഫോമിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ ടോട്ടൽ ഫ്യൂവൽ കോസ്റ്റ് ഇതുവരെ ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 4,140 യൂറോ ഫ്യൂവൽ കോസ്റ്റും 3,002 ലിറ്റർ ഫ്യൂവൽ ഇതുവരെ കൺസ്യൂം ചെയ്തു. അപ്പോൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ 3,002 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ടാങ്കർ ലോറിയുടെ ഓൾമോസ്റ്റ് പകുതിയുടെ അടുത്തുള്ള അത്രയും ഫ്യൂവൽ 2 വർഷം കൊണ്ട് എൻ്റെ കാറ് കുടിച്ച് തീർത്തു. അതൊരു ഭീകര റിയലൈസേഷൻ ആണ്. അത് കൂടാതെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4,140 യൂറോ എന്ന് പറഞ്ഞാൽ ഏകദേശം 3.25 ലക്ഷം രൂപയുടെ അടുത്ത് രൂപ 2 വർഷം കൊണ്ട് പെട്രോൾ അടിക്കാൻ മാത്രം ചിലവായി. അപ്പോൾ അതൊരു നമ്മളിങ്ങനെ ലോഗ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടില്ല. നമ്മൾ ഓർക്കും ഓക്കെ 2 വർഷം കൊണ്ട് ഞാൻ ചിലപ്പോൾ ഒരു 50,000 യൂറോയ്ക്ക് അല്ലെങ്കിൽ 50,000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കാണും എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യും. പക്ഷേ ഇൻ എഫക്റ്റ് ഇങ്ങനെ എഴുതി കൂട്ടിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത്. ഒരു 3.25 ലക്ഷം രൂപയ്ക്ക് ഞാൻ 2 വർഷം കൊണ്ട് പെട്രോൾ അടിക്കേണ്ടി വന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ലോഗ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ബാക്കി എക്സ്പെൻസസ് എന്ന് പറഞ്ഞ ഇവിടെ എനിക്ക് ബാക്കി വരുന്ന എക്സ്പെൻസസ് എല്ലാം ഞാൻ ലോഗ് ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ തുടക്കത്തിൽ വണ്ടി നമ്പർ പ്ലേറ്റ് മാറിയേണ്ടത്, പിന്നെ രജിസ്റ്റർ ചെയ്തതിൻ്റെ കാര്യങ്ങൾ, പാർക്കിംഗ് ഡിസ്ക് മേടിച്ചതിന് 4 യൂറോ ആയി, ഒരു കവർ മേടിച്ചു മഞ്ഞത്ത് മൂടിയിടാൻ വേണ്ടിയിട്ട്, പിന്നെ വണ്ടിയുടെ ഫസ്റ്റ് EMI കാര്യങ്ങൾ. അപ്പോൾ EMI കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അത് കോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. വണ്ടി കാര്യം ഡിപ്രീസിയേഷനൊക്കെ ഉണ്ട്, അത് കോസ്റ്റ് ആണെങ്കിൽ കൂടി ഞാനത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പിന്നെ ഇൻഷുറൻസിന് ആദ്യത്തെ തവണ എനിക്ക് വേറെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് കാർ ആയതുകൊണ്ട് 1,825 യൂറോ ആദ്യത്തെ വർഷം ഇൻഷുറൻസിന് ചിലവായി. പിന്നെ ഐസ് സ്ക്രേപ്പ് ചെയ്ത് കളയാനുള്ള സാധനങ്ങളും, മൊബൈൽ ഹോൾഡർ, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ, ബ്രേക്ക് ക്ലീനർ, പിന്നെ ടയർ ചേഞ്ച് ചെയ്തു. അതിന് 53 യൂറോയാണ്. അത് വിന്റർ ടയറിൽ നിന്ന് സമ്മർ ടയറിലേക്കും സമ്മർ ടയറിൽ നിന്ന് വിന്റർ ടയറിലേക്കും ചേഞ്ച് ചെയ്യാനുള്ള പൈസയാണത്. പിന്നെ ലിക്വിമോളിയുടെ എഞ്ചിൻ ഓയിൽ മേടിച്ചു ടോപ്പ് ചെയ്യാൻ. അതിൻ്റെ കൂടെ എയർ ഫ്രഷ്നറും മൈക്രോ ഫൈബർ ക്ലോത്ത്സ് ഒക്കെ മേടിച്ചതിന് 30 യൂറോ ചിലവായി. ബ്രേക്ക് ക്ലീനറിൻ്റെയും പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് റിന്യൂ ചെയ്തതിനൊക്കെ കൂടി 8.5 യൂറോയായി. വിൻഡ്ഷീൽഡ് വാഷർ മേടിച്ചു. ഇൻഷുറൻസ് കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു, കാരണം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ, ആദ്യം ഇൻഷുറൻസ് പോളിസി എടുത്തതിനേക്കാൾ കൂടുതൽ കിലോമീറ്റർ ഞാൻ ഓടുന്നതായപ്പോൾ എനിക്ക് കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. അതിനൊരു 247 യൂറോ എക്സ്ട്രാ ആയി. പിന്നെ വീൽ ക്ലീനറിന് 8 യൂറോ, അഡ്രസ്സ് മാറാനുള്ള പൈസ, അങ്ങനെ വിന്റർ ടയർ പിന്നെയും ചേഞ്ച് ചെയ്തു. ലെതർ ക്ലീൻ ചെയ്യാനുള്ള പൈസ 22 യൂറോ, വണ്ടിയുടെ ടാക്സ്. പിന്നെ എൻ്റെ വണ്ടിയുടെ ബൾബ്, സെനോൺ ഹെഡ് ലാമ്പ് ബൾബ് ലൈഫ് തീർന്ന് അടിച്ചുമായിരുന്നു. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് 100 യൂറോ ഇവിടെ ചിലവാക്കി. ആദ്യം വേറെ അടുത്ത ബൾബും പോയി, രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ലൈഫാണ്. അപ്പോൾ രണ്ടാമത്തെ ബൾബ് മാറാൻ ഇവിടെ ആമസോണിൽ നിന്ന് മേടിച്ചുകൊണ്ട് 44 യൂറോ കിട്ടി. ഇവിടെ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ 100 യൂറോ ആയി സെയിം സാധനത്തിന്. അപ്പോൾ ഞാൻ തന്നെയാണ് അത് മാറിയിട്ടത്, അതുകൊണ്ട് അതിന് വേറെ ചിലവൊന്നും വന്നില്ല. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ വൈപ്പർ മാറി, അതിന് 21 യൂറോ ചിലവായി. പിന്നെ വിൻഡ്ഷീൽഡ് വാഷർ, പിന്നെ ടയർ ചേഞ്ച്,
എയർ ഫ്രഷ്നർ, കാർ വാഷ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ലോഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് വന്നിരിക്കുന്ന എക്സ്പെൻസസ്, കാർ കഴുകാനുള്ള എക്സ്പെൻസസ് അല്ലെങ്കിൽ ബാക്കി കൺസ്യൂമബിൾസിന്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെയാണ്. മെയിൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇതിന്റെ സർവീസ് കോസ്റ്റ് ആണ്. ഞാൻ ഇതുവരെ 3 സർവീസാണ് ഈ കാറിന് ചെയ്തിരിക്കുന്നത്. 3ഉം സെപ്പറേറ്റ് കളർ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആദ്യം വണ്ടി മേടിച്ച ഉടനെ തന്നെ വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് വണ്ടി കിട്ടി അധികം വൈകാതെ ഒരു മാസത്തിൽ താഴെ ആയപ്പോഴത്തേക്ക് ഞാനൊന്ന് ഫുൾ സർവീസ് ചെയ്തേക്കാന്ന് ഓർത്ത് ഞാൻ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ഫുൾ മാറി, എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ മാറ്റി, പിന്നെ വീൽ ബാലൻസിങ് അതുപോലത്തെ കാര്യങ്ങൾ മൊത്തത്തിലൊരു ഇൻസ്പെക്ഷനും എല്ലാം ചെയ്ത് എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട്, ആവശ്യം ഉണ്ടായിട്ടല്ല. അപ്പൊ അത് മൊത്തം ചെയ്ത് എനിക്ക് 337 യൂറോ അന്ന് ചെലവായി മൊത്തം ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഡിസംബർ 2018 അടുത്ത സർവീസ്, എനിക്ക് ആക്ച്വൽ സർവീസ് വരുന്നത് ഡിസംബർ 2019 അത് ഏകദേശം 25,000 കിലോമീറ്റർ കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇൻസ്പെക്ഷനും ഓയിൽ ചേഞ്ചും കാര്യങ്ങളെല്ലാം നടത്തി. അപ്പൊ അതിനുള്ള ഓയിൽ ചേഞ്ചിനുള്ള ഓയിൽ ഞാൻ തന്നെ ആമസോണിൽ നിന്ന് മേടിച്ചോണ്ടാണ് പോയത്. ലിക്കിമോളിയുടെ ഏറ്റവും നല്ല ഓയിലാണ് ഞാൻ മേടിച്ചത്. അത് കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ 200 യൂറോയുടെ അടുത്തൊക്കെ ചിലവാകും. പക്ഷേ ആമസോണിൽ നമുക്ക് 41 യൂറോയ്ക്ക് കിട്ടി. അപ്പൊ അത് ഞാൻ മേടിച്ചുകൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തു, അവരത് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ മൊത്തം ഈ ഒരു സർവീസിന് എനിക്ക് ചിലവായത് 283 യൂറോയാണ് ഈ രണ്ടാമത്തെ സർവീസിന്. അത് ഒരു പ്രീമിയം കാർ എന്ന നിലയ്ക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ വളരെ ചീപ്പാണ് ആക്ച്വലി. കാരണം വണ്ടിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇൻസ്പെക്ഷനും ഓയിൽ ഫിൽറ്റർ ചേഞ്ചും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ അടുത്ത തേർഡ് സർവീസ് വന്നിരിക്കുന്നത് ഈ വർഷം ഒക്ടോബറിലാണ്, അതായത് ഒരു മാസം മുമ്പാണ്. ഇത് സർവീസ് എന്ന് പറയാൻ പറ്റില്ല, ഇത് എൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ഷനാണ്. ഈ HU എന്ന് എഴുതി ഹെൽത്ത് ഇൻസ്പെക്ഷനും അതുപോലെ എമിഷൻ ചെക്കുമാണ്. ഈ 2 കാര്യങ്ങൾ ജർമ്മനിയിൽ എല്ലാ 2 വർഷം കൂടുമ്പോൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ വണ്ടിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ 2 വർഷം മേടിച്ചിട്ട് 2 വർഷം ആവാറായതുകൊണ്ട് ഞാൻ ഈ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അത് കൊണ്ടുപോയതിൻ്റെ കൂടെ തന്നെ എൻ്റെ കൂളന്റ് ഹോൾഡർ പൊട്ടിയെന്ന് കണ്ടുപിടിച്ചായിരുന്നു, അത് മാറേണ്ടി വന്നു. പിന്നെ ടയർ എല്ലാം ഞാൻ റൊട്ടേറ്റ് ചെയ്ത് മാത്രമല്ല, സമ്മർ ടയർ വിന്റർ ടയറിലേക്ക് മാറി. പിന്നെ ഫുൾ ഈ 2 HU AU മുതലായ എമിഷൻ ടെസ്റ്റും ഹെൽത്ത് ടെസ്റ്റും മുഴുവൻ ചെക്ക് ചെയ്തു. അതിന്റെ കൂടെ തന്നെ Audi 90,000 കിലോമീറ്റർ എത്തുമ്പോൾ സ്പാർക്ക് പ്ലഗ് മാറുന്നതാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. എന്റെ സ്പാർക്ക് പ്ലഗിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി 93,500 കിലോമീറ്റർ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ സ്പാർക്ക് പ്ലഗ് എല്ലാം മാറാൻ പറഞ്ഞു. അപ്പൊ ഈ ഒരു കാര്യം കൂടെ കൂടിയിട്ടാണ് എന്റെ തേർഡ് സർവീസിന് ടോട്ടൽ വന്ന ചിലവ് 468 യൂറോ ആണ്. ഇതിനകത്ത് എന്റെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ നാട്ടിലെ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഹെൽത്ത് ചെക്കും പ്ലസ് എമിഷൻ ടെസ്റ്റും കാര്യങ്ങളാണ്. പിന്നെ ബാക്കി വന്ന ചെറിയ ചിലവ് സ്പാർക്ക് പ്ലഗ് മാറിയതും കൂളൻ ഹോൾഡർ പൊട്ടിപ്പോയതിന്റെ ആ ഒരു പെട്ടി കണ്ണാസ് പോലത്തെ സാധനം മാറിയതും മാത്രമാണ് ഒരു എക്സ്ട്രാ ചിലവ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഈ വണ്ടി ഞാൻ 2 വർഷം കൊണ്ടുവരുന്നപ്പോൾ എനിക്ക് മൊത്തം സർവീസിങ്ങിന് വേണ്ടി ചിലവായത് 1088 യൂറോ ആണ്. അത് ഏകദേശം 95,000 താഴെ ഏകദേശമാണ് 2 വർഷത്തേക്ക് ചിലവ് വന്നിരിക്കുന്നത്. അതായത് ഒരു വർഷം ഒരു 45,000 രൂപയുടെ അടുത്ത് സർവീസിന് ചിലവായി. അതും ജർമ്മനിയിലെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉള്ള 2 വർഷം കൂടുമ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയെങ്കിലും വന്നത്. അല്ലെങ്കിൽ അത്രയും പോലും വരില്ലായിരുന്നു. അത് ഈ വണ്ടിക്ക് യാതൊരു പ്രശ്നം എനിക്ക് ഇതുവരെ വന്നില്ല. കംപ്ലൈന്റ് ആയിട്ടൊന്നും മാറേണ്ടി വന്നിട്ടില്ല. ജസ്റ്റ് റെഗുലർ ചെക്കപ്പ്, റെഗുലർ ഓയിൽ ചേഞ്ചും കാര്യങ്ങളും മാത്രം ചെയ്യാനാണ് ഇത്രയും ചിലവായത്. ഇത് ഒരു പ്രീമിയം കാർ എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ എനിക്ക് ഒട്ടും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ ഇതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്താണ് ഈ കാർ വാങ്ങിയത്. അതുകൂടാതെ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇതുപോലത്തെ അല്ലെങ്കിൽ ഇതിന്റെ ലോവർ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന വണ്ടികൾക്ക് തന്നെ ഇതിന്റെ അത്രയും തന്നെ കോസ്റ്റ് ഒക്കെ എൻ്റെ ഫ്രണ്ട്സിനോട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഭയങ്കരമായ എക്സ്പെൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിൽ വളരെ ഹാപ്പിയാണ്. വണ്ടി ഇതുവരെ വളരെ റിലയബിൾ ആയിരുന്നു, യാതൊരുവിധ പ്രശ്നം ഉണ്ടാക്കിയില്ല. ഇനി എന്റെ വിന്റർ ടയർ ആക്ച്വലി തീരാറായി. അടുത്ത വിന്ററിന് മുമ്പായിട്ട് അതൊന്നും മാറേണ്ടി വരും. അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡീലാണ്. എന്നാലും അതുകൂടാതെ വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള വലിയൊരു ആശ്വാസമുണ്ട്. പിന്നെ ഈ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ബൾബിന്റെ കോസ്റ്റും ചെയ്തായിരുന്നു. 2 സിനോൺ ഹെഡ് ലാമ്പ് ഞാൻ മാറി. പക്ഷെ അത് ഞാൻ സർവീസ് കോസ്റ്റ് ആയിട്ട് കൂട്ടുന്നില്ല, അത് ഒരു കൺസ്യൂമബിൾ ആയിട്ടാണ് ഞാൻ കൂട്ടുന്നത്. കാരണം ഞാൻ തന്നെയാണ് ആ ബൾബ് മാറിയിട്ടത്. സർവീസ് സെന്ററിലോ വർക്ക്ഷോപ്പിലൊന്നും പോകേണ്ടി വന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു കൺസ്യൂമബിൾ ഐറ്റമായിട്ട് അതും കൂടെ ഈ കോസ്റ്റിന്റെ കൂടെ വേണമെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ കൂട്ടാം. അങ്ങനെ അത്രയാണ് മൊത്തം ഈ കാറിന്റെ ഓണർഷിപ്പിൽ എനിക്ക് വന്നിരിക്കുന്ന ചെലവുകൾ. പക്ഷെ അതിൻ്റെ അകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എനിക്ക് വന്നിരിക്കുന്ന ചെലവുകളുടെ ഒരു സിംഹഭാഗം എന്ന് പറയാവുന്നത് ആക്ച്വലി ഫ്യൂവൽ എക്സ്പെൻസ് ആണ്. അപ്പൊ ഈ ഒരു വണ്ടി 2 വർഷം കൊണ്ട് 3000 ലിറ്റർ ഫ്യൂവൽ കുടിച്ചു എന്നുള്ളത് ഒത്തിരി ഭീകരമായ ഒരു റിയലൈസേഷൻ ആയിരുന്നു എനിക്ക്. അതെനിക്ക് കണ്ടുപിടിക്കാൻ കാരണമായത് ഞാൻ ഇതെല്ലാം ലോഗ് ചെയ്ത് വെച്ചത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കാർ റിലേറ്റഡ് എക്സ്പെൻസിൻ്റെ ഒരു ഓവർവ്യൂ. ഇതിനകത്ത് ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല. കാരണം ഇപ്പോൾ ഫിനാൻസ്, EMI കാര്യങ്ങൾ, കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം അത് എന്താണെങ്കിലും കാറിന് വരുന്ന കോസ്റ്റാണ്. മാത്രമല്ല വിൽക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പോർഷൻ ഓഫ് ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസ നമുക്ക് തിരിച്ചും കിട്ടും. സ്റ്റിൽ എക്സ്പെൻസ് ആണ്, എന്നാൽ അതിനെപ്പറ്റി ഞാൻ അധികം കവർ ചെയ്തില്ല. കാരണം അത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ബാക്കി എല്ലാ എക്സ്പെൻസസും ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂവിന് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എനിക്ക് തന്നെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്യൂവൽ എക്സ്പെൻസ് ഇത്രത്തോളം കൂടി നിൽക്കുന്നത്. അത് കുറയ്ക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. എനിക്ക് അടുത്ത വണ്ടി മേടിക്കുമ്പോൾ ഒരു ഹൈബ്രിഡ് വാങ്ങുന്നൊക്കെ ആഗ്രഹമുണ്ട്.
ആ ഡിജിറ്റലിലേക്ക് ഞാൻ എത്താൻ കാരണം തന്നെ ഞാനിത് ലോഗ് ചെയ്ത കാരണമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് എടുത്തത്. കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.